ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم من بعد ما جاءك من العلم ما لك من الله من ولي ولا نصير صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ജീവിക്കണമെന്നും അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫലസ്തീനിലെ മുസ്ലിം സഹോദരന്മാർ വളരെ ദാരുണമായ ഒരു സ്ഥിതിവിശേഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗസ എന്ന പ്രദേശത്ത് ഫലസ്തീനികൾക്ക് വളരെ പരിമിതമായ ചില അധികാരങ്ങളോടുകൂടി ഒരു പ്രദേശത്ത് താമസിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ലോക രാഷ്ട്രങ്ങൾ ഇടപെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. 1948 അവരുടെ ജന്മദേശവും ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശവുമൊക്കെ ഇസ്രായേൽ എന്ന ഒരു രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് കവർന്നെടുത്ത് ലക്ഷക്കണക്കിൽ ഫലസ്തീനികളെ നാടോടികളാക്കി തെരുവുതണ്ടികളാക്കി വിട്ട് അവരോട് ക്രൂരമായ രൂപത്തിൽ പെരുമാറിയ ലോക മനുഷ്യ സമൂഹം വളരെ ഔദാര്യത്തോടുകൂടി അനുവദിച്ച ഒരു സ്വാതന്ത്ര്യമായിരുന്നു ഈ ഗാസ അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ഒരു പരിമിതമായ സ്വാതന്ത്ര്യവും അധികാരവും അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം. പക്ഷെ അവിടെ ഇസ്രായേൽ നരനായാട്ട് ആരംഭിച്ചതായിട്ടാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളിലെ വാർത്തകളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയുടെ ഉള്ളിൽ 800-ലേറെ ആളുകൾ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ഇതില് വലിയ ഒരു വിഭാഗം, ഏകദേശം 300ഓളം വരുന്നത് പിഞ്ചു കുട്ടികളാണ്. സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും വീടുകളിൽ ഭയചകിതരായി കഴിഞ്ഞുകൂടിയിരിക്കുന്നവരുമായ കുട്ടികളും സ്ത്രീകളും നിരാലംബരും ആയുധമില്ലാത്തവരുമായ ഈ സിവിലിയന്മാരാണ് ഈ നിഷ്ഠൂരമായ രീതിയിലുള്ള ആക്രമണത്തിൽ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ചികിത്സിക്കാൻ സൗകര്യമില്ല, അവർക്ക് മരുന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തടയപ്പെട്ടു, അവർക്ക് അഭയം കൊള്ളാൻ ഒരു സ്ഥലവുമില്ല. UN-ന്റെ നേരിട്ടിട്ടുള്ള നിയന്ത്രണത്തിൽ കഴിയുന്ന അഭയാർത്ഥി കേന്ദ്രങ്ങളും അത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ പോലും ആക്രമിക്കപ്പെടുകയും ഒന്നാകെ നിലംപരിശാക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതൊക്കെ നമ്മൾ പത്രങ്ങളിൽ ദൈനംദിനം വായിച്ചു കാണുന്നതും വാർത്താമാധ്യമങ്ങളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതുമായ സംഗതികളാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട്
കൈകളും കാലുകളുമൊക്കെ ഇട്ട് പിടയുന്ന കുരുന്നുകളെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ലോക ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഈ മനുഷ്യക്കുരുതി നിർത്തണമെന്നും പറയാൻ ലോകത്തിലെ ഒരു ശക്തിയുള്ള ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ആരെങ്കിലും ആ രൂപത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ആ ശ്രമങ്ങളെ തടയിടാനും അതിനെ നിശബ്ദമാക്കാനും വീറ്റോ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകശക്തികൾ എന്നും നാം കണ്ടുകഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. ഈ രൂപത്തിലുള്ള ഒരു ദാരുണമായ സ്ഥിതിവിശേഷം നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ മുസ്ലിം ജനത ഇതിനു നേരെ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? അവരിൽ നിന്ന് എന്താണ് ഈ സന്ദർഭത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്ന് നാം ഒരല്പനേരം ചിന്തിക്കുന്നത് നന്നായിരിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മല്ലം യഹ്തമ്മ ബി അംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച്, പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അവരഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയോ മനസ്സിരുത്തുകയോ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയോ ചെയ്യാത്തവൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൂടാ, ഈമാൻ അവനിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൂടാ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സത്യവിശ്വാസി എവിടെയെങ്കിലും പ്രയാസപ്പെടുകയാണ് എങ്കിൽ അവനെ ബാധിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും സ്വയം അനുഭവിക്കുന്ന പ്രയാസവും ദുരിതവുമായിട്ട് ആർക്ക് അനുഭവപ്പെടുന്നില്ലയോ അവൻ സത്യവിശ്വാസിയല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ രൂപത്തിൽ നമ്മൾ അല്പം ചിന്തിച്ചാൽ നമ്മുടെ ഈ പലസ്തീനിലെ സഹോദരന്മാർ തുല്യതയില്ലാത്ത രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും വംശനാശം തന്നെ വരുത്താൻ വേണ്ടി ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ, മൃഗീയമായ, പൈശാചികമായ പ്രവർത്തനങ്ങളുടെ നേരെ മൗനം അവലംബിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരക്രമിയായ മനുഷ്യനോട് അക്രമി എന്ന് പറയാൻ സാധിക്കാത്തവൻ അവൻ സംസാരശേഷിയില്ലാത്ത പിശാചാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരക്രമിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചെയ്യുന്നത് അക്രമമാണ്, അനീതിയാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയാനുള്ള ഏറ്റവും അവസാനത്തെ ദുർബലമായ ഈമാനെങ്കിലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതും ഇല്ലാത്തവൻ പിശാചിന് തുല്യമാണ്, പിശാചിന്റെ അനുയായികളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതോ ഒരു പ്രദേശത്ത് കഴിയുന്ന നാമുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനസമൂഹമല്ല അത്. നേരെ മറിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിൽ വാഴ്ത്തിപ്പറഞ്ഞ പ്രദേശമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗല. തന്റെ ദൂതനെ, പ്രവാചകനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് നിശാപ്രയാണം നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതിന് ശേഷം ഖുർആൻ പറയുന്നു, അല്ലദീ ബാറകനാ ഹൗല. ആ മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുള്ള പ്രദേശങ്ങളെ നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ അനുഗ്രഹീതമായ പ്രദേശമാണത്. പ്രവാചകന്മാരുടെ പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങളും മേഖലകളുമാണത്. പ്രവാചകന്മാരുടെ കാൽപ്പാടുകളേറ്റ പുണ്യഭൂമിയാണത്. അവിടെ ആ പ്രദേശം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ കഅബയായിരുന്നു. ആ കഅബയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുകയും അവിടെ താമസിക്കുന്ന അവരുടെ സഹോദരന്മാരാണ് ഈ രൂപത്തിൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലസ്തീനികളുടെ ചരിത്രം വളരെ ഉജ്ജ്വലമായ ചരിത്രമാണ്. യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും, വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു ജനതയായിരുന്നു അത് എങ്കിൽ
അവരുടെ വിപ്ലവവും അവരുടെ പോരാട്ടവും എന്നോ അസ്തമിച്ചു പോകുമായിരുന്നു എന്ന്. 60-ലേറെ വർഷമായി ഒരു ജനത ദിവസം തോറും രക്തസാക്ഷികളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അണയാത്ത ആ വികാരത്തിന്റെ പേരിൽ ഈ ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം രക്തസാക്ഷികളെ സംഭാവന ചെയ്ത ഒരു ചരിത്രമാണ് പലസ്തീനികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പലസ്തീനികളല്ല, വേറെ ഏതെങ്കിലും ഒരു ജനസമൂഹമായിരുന്നുവെങ്കിൽ അത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ നീണ്ടുനിന്നു എന്ന് വരും. പക്ഷേ നീണ്ട 60 കൊല്ലക്കാലം ഈ നിതാന്തമായ പോരാട്ടം തുടരാൻ പലസ്തീനികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫലസ്തീനികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മക്കളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉറ്റ തോഴനാണ്. ആ ഇബ്രാഹിമിന്റെ ഈമാനിന്റെ കരുത്ത് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തന്നതാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരിൽ അദ്ദേഹം പ്രവർത്തിച്ച് താമസിച്ചിരുന്ന അൽ ഖലീൽ എന്ന് പറയുന്ന പട്ടണം ഇന്നും പലസ്തീനിൽ നിലകൊള്ളുന്നുണ്ട്. അൽ ഖലീൽ എന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരിട്ട പട്ടണമാണ്. ആ പട്ടണം ഇന്നും പലസ്തീനിൽ നിലകൊള്ളുന്നുണ്ട്. അവിടെ ഇന്നും മുസ്ലിം സമൂഹം കൂട്ടം കൂട്ടമായി താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്താനങ്ങൾ ആ ഈമാനിന്റെ ദൃശ്യങ്ങളാണ്, അടയാളങ്ങളാണ് ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, രക്തസാക്ഷികളെ ധാരാളമായി കൊണ്ട് സംഭാവന ചെയ്ത ഭൂപ്രദേശമാണ് പലസ്തീൻ. ഓരോ രക്തസാക്ഷിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ പുതിയ പുതിയ രക്തസാക്ഷികൾ രംഗപ്രവേശം ചെയ്യുന്നു. അവരടങ്ങിയിരിക്കുന്നില്ല. ഈ ചെയ്യുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യഭൂമിയെ സംരക്ഷിക്കാനുള്ള സമരമാണ്. ഈ സമരത്തിലെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് നഷ്ടമല്ല എന്ന് അവിടുത്തെ ഓരോ കുട്ടികൾക്കും അറിയാം, അവിടുത്തെ ഓരോ സ്ത്രീകൾക്കും അറിയാം, അവിടുത്തെ ഓരോ ഉമ്മമാർക്കും അറിയാം, അവിടുത്തെ ഓരോ ഉപ്പാപ്പമാർക്കും ഉമ്മാമ്മമാർക്കും അറിയാം. അതുകൊണ്ട് അവർ രക്തസാക്ഷിത്വത്തിൽ ഭയചകിതരാകുന്നില്ല. ആ രക്തസാക്ഷിത്വത്തിൽ അവർ ഭീരുത്വം കാണിക്കുന്നില്ല. പുതിയ പുതിയ തലമുറകളെ രക്തസാക്ഷികളുടെ തലമുറയിലേക്ക് സംഭാവന ചെയ്യാൻ ആ ഉമ്മമാരും കുടുംബങ്ങളും കൂടുതൽ കൂടുതൽ ആവേശം കാണിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തില് എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ ഈ ശത്രുവിന്റെ അത്യാധുനികമായ ആയുധങ്ങൾക്ക് മുന്നിൽ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാകണം, ആഗോള മനുഷ്യ സമൂഹം എത്ര നിർവികാരമായിട്ടാണ് പ്രശ്നങ്ങളെ കാണുന്നത് എന്ന്. പലസ്തീനുകളുടെ ചരിത്രം നീതിയുടെ ചരിത്രമാണ്. അവരാവശ്യപ്പെടുന്നത് നീതിയുടെ ആവശ്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും തന്നെ അന്യായമായിട്ടോ അല്ലെങ്കിൽ അതിര് കവിഞ്ഞതായിട്ടോ ഉള്ള ഒരു ആവശ്യം പലസ്തീനുകളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. പലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം ആ നാട്ടുകാരുടേതാണ്. ആ നാട്ടിൽ ജനിക്കുകയും അവിടെ വളരുകയും അവിടെ വളർന്ന് വികസിക്കുകയും ചെയ്ത സമൂഹമാണ് പലസ്തീനികൾ എന്ന് പറയുന്നത്. ജൂതന്മാർക്ക് എവിടെ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കിട്ടി? ആരാണ് അവർക്ക് അവിടെ അവകാശം കൊടുത്തത്? നമ്മൾ തീർച്ചയായും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ആർക്കും തന്നെ ഇന്ന് ചരിത്രങ്ങൾ അറിഞ്ഞുകൂടാ. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ പലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശം അറബികളുടേതാണ്, മുസ്ലിം സമൂഹത്തിൻ്റെതാണ്. അവരാണ് അവിടുത്തെ യഥാർത്ഥ നിവാസികൾ. പിന്നീട് ലോകമാകെ ചില ഗൂഢാലോചനകൾ നടക്കുകയും ആ ഗൂഢാലോചനയുടെ ഫലമായി പലസ്തീനികളെ അവരുടെ രാജ്യത്തു നിന്നും സ്വദേശത്തു നിന്നും പിന്തള്ളി തലസ്ഥാനത്ത് ഒരു ജൂതരാഷ്ട്രം കെട്ടിവെക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് അന്താരാഷ്ട്ര സമൂഹം ഗൂഢാലോചന നടത്തുകയായിരുന്നു. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ഒരുപോലെ നിന്നുകൊണ്ട് ഒരേ രീതിയിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1918 പലസ്തീനിൽ ഉണ്ടായിരുന്നത് 5000 ജൂതന്മാരായിരുന്നു. 5000 ജൂതന്മാർ മാത്രമേ 1918 പലസ്തീനിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സമൂഹം 1948 പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ അവരുടെ അംഗസംഖ്യ 6 ലക്ഷമായി കൊണ്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. ഈ ആളുകളൊക്കെ എവിടെ നിന്നുണ്ടായി? പെറ്റുപെരുകിയതല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ എന്ന് പറയുന്ന പുണ്യഭൂമിയിലേക്ക്
ഈ ജൂതന്മാരായ ആളുകളെ തെളിച്ചു കൊണ്ടുവരികയാണ് ഉണ്ടായത്. അവർക്ക് അവിടെ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായി. അവർക്കവിടെ താമസ സ്ഥലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായി. അവർക്കവിടെ താമസിക്കാൻ കെട്ടിടങ്ങളും കൃഷി ചെയ്യാൻ ഭൂമിയും വാഗ്ദത്തം ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ മോഹനമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വ്യവസായത്തിനും മറ്റുമുള്ള സാമ്പത്തികമായ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് ഭൂമി സ്വകാര്യമായി കൊണ്ട് പതിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ, ഇസ്രായേലിലേക്ക് വന്നാൽ അവിടെ സുഭിക്ഷ സുന്ദരമായി ജീവിക്കാം എന്ന് പറഞ്ഞ് യൂറോപ്പിലാകെ തെണ്ടി നടന്നിരുന്ന, ആരുമോരും സംരക്ഷിക്കാനില്ലാതെ കണ്ട് നടന്നിരുന്ന ജൂതന്മാരെ മുഴുവൻ തന്നെ ഈ ഫലസ്തീനിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ അംഗസംഖ്യ ഇവിടെ വർദ്ധിച്ചത്. ലക്ഷക്കണക്കിൽ ആളുകൾ ഓരോ കൊല്ലത്തിലും ജൂതന്മാർ ഇസ്രായേലിലേക്ക് പ്രവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തു നിന്നും കൊച്ചിയിൽ നിന്നും ജൂതന്മാർ ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. ആ പോകുമ്പോഴെല്ലാം തന്നെ അവർക്ക് മോഹനമായ വാഗ്ദാനങ്ങൾ കൊടുക്കുകയായിരുന്നു. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അവിടെ അന്ന സൗകര്യമുണ്ട്, ഇന്ന സൗകര്യമുണ്ട്, ഇന്ന രൂപത്തിൽ സുഭിക്ഷമായി കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജൂതന്മാരെ മുഴുവൻ തന്നെ അവർ ഈ മുസ്ലിം സമൂഹങ്ങളുടെ ആ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഒരു കഠാരി എന്നുള്ള രൂപത്തിൽ കുത്തിയിറക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ജൂതന്മാർ സഹവസിക്കാൻ കൊള്ളാത്തവരാണെന്ന് അവർക്ക് അനുഭവമുണ്ട്. ആ ജൂതന്മാരോടൊത്ത് താമസിക്കാൻ പറ്റുകയില്ല എന്ന അവരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും സുരക്ഷിതത്വം വേണമെന്നുമുള്ള ആഗ്രഹവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. യൂറോപ്പിലാകെ ലോകത്ത് എത്രയോ സ്ഥലങ്ങൾ വേറെയുണ്ടല്ലോ, വിജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ, ആരുമോരും അവകാശപ്പെടാനില്ലാത്ത സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ പാർപ്പിക്കുവാനും അതുപോലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ഒക്കെ വളരെ എളുപ്പമാണ് ജൂതന്മാർക്ക്. അഥവാ അങ്ങനെ സ്വതന്ത്രമായ ഒരു രാജ്യം വേണമെന്നുണ്ട് എങ്കിൽ. പക്ഷെ അതൊന്നും തന്നെ കൊടുത്തില്ല. മാത്രമല്ല പല പ്രദേശങ്ങളിലും അവരെ ഞങ്ങൾ താമസിച്ചുകൊള്ളാമെന്ന ഓഫറുകൾ ഉണ്ടായിട്ട് ആ ഓഫറുകൾ പോലും അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല. അവരെ ഈ അറബികളുടെ ഇടയിൽ, അറബികളുടെ മധ്യത്തിൽ, മുസ്ലിമീങ്ങളുടെ പുണ്യഭൂമിയിൽ തന്നെ ഒരു ഗേഹം, ജൂതന്മാർക്കൊരു ഗേഹം എന്ന് പറയുന്ന ആശയത്തിന് പിന്തുണ നൽകുകയും ആ അടിസ്ഥാനത്തിൽ അവരെ മുഴുവൻ തന്നെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഈ അറബികൾക്കിടയിൽ കുടിയിരുത്തുകയുമാണ് ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അവരോടൊത്ത് താമസിക്കാൻ, യൂറോപ്യൻ നാടുകളിൽ താമസിക്കാൻ അവിടുത്തെ തദ്ദേശീയരായ ആളുകൾക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം ജൂതൻ എന്ന് പറയുന്നത് കടുത്ത അസഹിഷ്ണുവാണ്. കടുത്ത രീതിയിലുള്ള മാനുഷികമായ വികാരങ്ങളില്ലാത്ത മൃഗീയമായ വികാരങ്ങളുള്ള ഒരു സമൂഹമാണ്. അവരോട് ഒത്തുകഴിയാൻ വേറെ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നും അമേരിക്കയിൽ ജൂതന്മാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവർ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നു. മറ്റുള്ളവർ അവരുമായി മിങ്കിൾ ചെയ്യാൻ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ രീതിയിൽ ക്രൂരമായ സ്വഭാവമുള്ളവരും മൃഗീയമായ രീതിയിൽ പെരുമാറുന്നവരുമായ ഈ ആളുകളെ മുഴുവൻ തന്നെ പലസ്തീനിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഒരു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവരുടെ സപ്പോർട്ടോടുകൂടി ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സഭയും സമ്മേളിപ്പിച്ചുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും ദുർബലമായ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉടലെടുത്തത്, സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ 1948 തന്നെ അതിനെതിരായി മുസ്ലിം സമൂഹങ്ങൾ സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നും ജോർഡാനിൽ നിന്നും പലസ്തീൻ, ഷാമിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ അനേകായിരം മുസ്ലിം സമൂഹം, മുസ്ലിം വളണ്ടിയർമാർ, മുസ്ലിം സന്നദ്ധ ഭടന്മാർ ഈ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് എതിരായിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി സമരത്തിനിറങ്ങി പുറപ്പെട്ട ചരിത്രം 1948 ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് കാണാം. ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലെയുള്ള സംഘടനകൾ 10,000-കണക്കിൽ അവരുടെ പ്രവർത്തകന്മാരെ ഈ സമരത്തിന് നിയോഗിക്കുകയുണ്ടായി. കടുത്ത പോരാട്ടങ്ങൾ നടന്നു, രക്തരൂക്ഷിതമായ സമരങ്ങൾ നടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അറബി പ്രമാണിമാരായ ആളുകളും അറബി ഭരണകർത്താക്കളും എല്ലാം തന്നെ ഒരുമിച്ചുകൂടി ബ്രിട്ടന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിക്കൊണ്ട് അവരെ ആ നാട്ടിലെ മുസ്ലിം സമൂഹത്തിനും അതുപോലെ ഈ സമരവും പ്രതിഷേധവുമായിക്കൊണ്ട് നടക്കുന്ന മുസ്ലിം സമൂഹങ്ങൾക്കും ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ അവർ പറഞ്ഞു, സമാധാനപരമായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. തദ്ദേശീയരായ ആളുകളുടെ എല്ലാ അവകാശങ്ങളും തീർച്ചയായും തന്നെ മാനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ വിപ്ലവങ്ങൾ നിങ്ങൾ നിർത്തണം. നമ്മുടെ സഹോദരന്മാരുടെ രക്തങ്ങൾ ഈ രൂപത്തിൽ ചിന്തപ്പെടുന്നത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം രാജാക്കന്മാരും മുസ്ലിം ഭരണാധികാരികളുമൊക്കെ അന്നത്തെ വിപ്ലവകാരികളായ ഈമാനുള്ള മുസ്ലിം മുജാഹിദുകൾക്ക് കത്തെഴുതിയതായിട്ട് ആ കത്തുകളുടെ കോപ്പികൾ ഇന്നും ചരിത്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ശക്തമായ മുസ്ലിംകളുടെ ഭാഗത്തു നിന്നും മുസ്ലിം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്നത്തെ ആ സമരങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിക്കുകയുണ്ടായില്ല. 5 ലക്ഷക്കണക്കിൽ ആളുകൾ അവർ അഭയാർത്ഥികളായിക്കൊണ്ട് തദ്ദേശീയരായ ആളുകളെ ആട്ടിപ്പുറത്താക്കി. അവർ ജോർദാനിലും അതുപോലെ ലബനാനിലും പലസ്തീൻ സിറിയയുടെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഇന്നും 10,000 അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. നാടുള്ളവര്, വീടുള്ളവര്, പ്രദേശങ്ങളുള്ളവർ, കൃഷിയിടമുള്ളവർ, ജോലിയും അതുപോലെ അത്യാവശ്യമായ സൗകര്യങ്ങളുമുള്ള മുസ്ലിം സഹോദരന്മാരെ അവരുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഭൂപ്രദേശങ്ങളിൽ നിന്നും മാറ്റിയകറ്റി അതെല്ലാം ജൂതന്മാർക്ക് പതിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കപ്പെടുക ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും ഇസ്രായേൽ അതിന്റെ വികസനമോഹം കൂടുതൽ കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. 1968-ലും 1967-ലും 1973-ലുമൊക്കെ വീണ്ടും അയൽപ്രദേശങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയുണ്ടായി. ഓരോ പ്രദേശങ്ങളിലും മുസ്ലിം ഭരണാധികാരികൾ എന്ന് പറയുന്ന നാമധാരികളായ മുസ്ലിമീങ്ങൾ, അവർക്ക് ഇസ്ലാമുമില്ല, ഈമാനുമില്ല, ഒരു ചുക്കുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം അരക്കിട്ടുറപ്പിക്കണം. ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആരോടൊക്കെ സേവ കൂടണമോ, ആരോടൊക്കെ സൗഹൃദം സ്ഥാപിക്കണമോ അവരുടെ പിണിയാളുകളും ശിങ്കിടികളുമായിട്ട് എന്തും ചെയ്യാൻ അവർ സന്നദ്ധരാകും. ഇതാണ് നാറുന്ന മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഭരണാധികാരികളുടെ നേതൃത്വത്തിന് കീഴിൽ സമരം നടന്നാലും സംഘടനകൾ നടന്നാലും ഒരിക്കലും അത് വിജയിക്കാൻ പോകുന്നില്ല, ലക്ഷ്യം കാണാൻ പോകുന്നില്ല. അങ്ങനെ സമരത്തിന്റെ ആഭാസങ്ങളാണ് നമുക്ക് 1967-ലും 1973-ലും കാണാൻ സാധിച്ചത്. തയ്യാറെടുപ്പുകളില്ലാതെ, സൈന്യത്തെ വേണ്ട രൂപത്തിൽ സജ്ജീകരിക്കാതെ കണ്ട്, അക്രമിയുടെ ശക്തിയെ സംബന്ധിച്ച കണക്കുകൂട്ടലുകളില്ലാതെ കണ്ട് പേരിനുള്ള ചില സമരങ്ങളാണ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. തൽഫലമായി എന്തുണ്ടായി എന്ന് വെച്ചാൽ, ഇസ്രായേൽ ഓരോ സമരങ്ങൾ കഴിയുമ്പോഴും പുതിയ പുതിയ ഭൂപ്രദേശങ്ങൾ കൈയടക്കി വെക്കുകയും അവർ പുതിയ പുതിയ മേഖലകളിലേക്ക് അവരുടെ സ്വാധീനത്തെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ പണ്ടുണ്ടായിരുന്ന ഇസ്രായേൽ രാഷ്ട്രം അതിന്റെ അതിർത്തികൾ ഇങ്ങനെ അതിർത്തിയില്ലാത്ത ഒരു രാജ്യമായിക്കൊണ്ട് ഓരോ കൊല്ലവും പുതിയ പുതിയ ഭൂപ്രദേശങ്ങൾ അതിലേക്ക് വെട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു നിലപാടുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെയായപ്പോൾ ഓരോ അറബ് രാജ്യവും ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരുമായിട്ട് സൗഹൃദമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതാണല്ലോ ക്യാമ്പ് ഡേവിഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും വലിയ അറബി രാജ്യം എന്ന് പറയുന്ന, സൈനിക ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന ഈജിപ്ത്, ആ ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന അൻവർ സാദാത്ത് സ്വന്തമായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് ജൂതന്മാരുമായി ചില സമാധാന ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതാണ് ക്യാമ്പ് ഡേവിഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ആസൂത്രിതമായ, വളരെ ഗൂഢമായ അമേരിക്കയുടെ നീക്കങ്ങളായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ ഏറ്റവും വലിയ ശത്രുവിനെ ഓരോരുത്തരെയായിട്ട് യുദ്ധമുഖത്ത് നിന്നും എതിർപ്പിൽ നിന്നും അടർത്തിയെടുക്കുക, അങ്ങനെ ഇസ്രായേലിനെ കൂടുതൽ കൂടുതൽ ശക്തമാക്കി തീർക്കുക എന്ന ആ അമേരിക്കയുടെ ദൗത്യമാണ് ഓരോ വർഷം കഴിയുമ്പോഴും പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രൂപത്തിലുള്ള മുന്നേറ്റവും ആക്രമണ സ്വഭാവവും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗതിമുട്ടിക്കൊണ്ട് ഫലസ്തീനിലെ സിവിലിയന്മാരായ ആളുകൾ ഇന്തിഫാദ എന്ന് പറയുന്ന രീതിയിലുള്ള ചില സമരമുറ സ്വീകരിച്ചത്. അതിനവർക്ക് നേതൃത്വം നൽകിയത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളായിരുന്നു. ഹമാസിനെ പോലെയുള്ള, ഷേഖ് അഹമ്മദ് യാസീനെ പോലെയുള്ള ഈമാനുള്ള വ്യക്തിത്വങ്ങൾ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടാൻ ഒരായുധമില്ല എങ്കിലും ഇത് ഞങ്ങളുടെ ഈമാനിന്റെ താൽപര്യമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ സമരമുഖത്ത് ഞങ്ങൾ നിലനിന്നേ തീരൂ എന്നും, അല്ല എങ്കിൽ ഭാവി ചരിത്രകാരന്റെ മുന്നിലും ഭാവി മുസ്ലിം സമൂഹത്തിന്റെ മുന്നിലും ഞങ്ങൾ കുറ്റവാളികളായി തീരുമെന്നും, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ പുഞ്ചിരിയോടുകൂടി ആ രക്തസാക്ഷിത്വം വരിക്കാമെന്നുമുള്ള ആണത്തത്തോടുകൂടി ഇന്തിഫാദക്ക് തുടക്കം കുറിച്ചത് ഈ സാഹചര്യത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ആയുധമുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ വിമാനങ്ങളോ അല്ലെങ്കിൽ പോർവിമാനങ്ങളോ അല്ലെങ്കിൽ ആധുനികമായ രീതിയിലുള്ള മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർക്കാകെ കൈവശമുണ്ടായിരുന്നത് കല്ലിന്റെ ചീളുകൾ മാത്രമായിരുന്നു. ഈ കല്ലിന്റെ ചീളുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈനംദിനം
കുട്ടികളും അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും ഒന്നാകെ സമരരംഗത്തിറങ്ങുകയും ദിവസേന 2, 3, 4, 5 ആളുകൾ ഇസ്രായേലി ഭടന്മാരുടെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു മരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ ഗതിമുട്ടിയ സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക പ്രദേശത്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഇവരെ സമാധാനിപ്പിക്കാതെ കണ്ട് ഈ ഒരിക്കലും മുന്നോട്ടു പോവാൻ സാധ്യമല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയത്. ആ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഗസയിലും അരിഹ എന്ന് പറയുന്ന പ്രദേശത്തും പലസ്തീനികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ അവർ നിർബന്ധിതരായി തീർന്നത്. യാസിർ അറഫാത്തിന്റെ നേതൃത്വത്തിലുള്ള PLO എന്ന് പറയുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക മൂവ്മെന്റും ഇസ്ലാമിക പ്രസ്ഥാനവും അവർ യഥാർത്ഥത്തിൽ ശക്തമായ രീതിയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ അതാണ് ഇനി പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഉത്തമം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പിന്നീട് കൈകാര്യം ചെയ്തത്. ശരി, വളരെ പരിമിതമായ ഒരു പ്രദേശത്താണ്, പരിമിതമായ അധികാരങ്ങളെ ഉള്ളൂ എങ്കിലും ശരി, അവർക്ക് ശ്വസിക്കുവാനും അതുപോലെ തന്നെ അവരുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാനും ഇത് സഹായകമാകുമെന്നുള്ള രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ട് തൃപ്തിപ്പെടാൻ അവർ നിർബന്ധിതരായി തീർന്നു. പക്ഷെ അവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ആ തെരഞ്ഞെടുപ്പുകളിൽ ഹമാസ് വളരെ ശക്തമായ രീതിയിൽ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് അവിടുത്തെ ഭരണം കൈവടക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. അത് അമേരിക്കയ്ക്ക് നൊമ്പരമുണ്ടാക്കുന്നതായിരുന്നു, അലോസരമുണ്ടാക്കുന്നതായിരുന്നു. അവരെപ്പോഴും തന്നെ അവർക്ക് കാശ് കൊടുത്താൽ വഴങ്ങുന്നവരും അതുപോലെ തന്നെ അവർക്ക് വിധേയമാകുന്നവരുമായ വാലാട്ടികളായ ഭരണകൂടങ്ങളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പലസ്തീനിലെ യഥാർത്ഥത്തിൽ അതിന്റെ ചുണക്കുട്ടികളായ മക്കൾ, ഈമാനും ഉശിരുമുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഹമാസിന്റെ കീഴിൽ ഒരുമിച്ച് കൂടുകയും അവർ ആ പ്രദേശത്ത് ഭൂരിപക്ഷം നേടുകയും ചെയ്തപ്പോൾ ഇവർക്ക് ജനാധിപത്യവും വേണ്ട, അതുപോലെ തന്നെ മതേതരത്വവും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് പിന്നീട് ചുവടുമാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവർ വലിയ ജനാധിപത്യത്തിന്റെ ആളുകളാണല്ലോ. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു മതരാഷ്ട്രങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ശക്തമായ എതിരാളികളാണ് പാശ്ചാത്യന്മാരും യൂറോപ്യന്മാരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം തന്നെ വിടുവായത്തങ്ങളാണ്. മതരാഷ്ട്രങ്ങൾ വേണ്ട എങ്കിൽ എങ്ങനെയാണ് ഈ ജൂതരാഷ്ട്രത്തിന് ഇവർ തുടക്കം കുറിച്ചത്? ലോകത്തെ മതത്തിന്റെ പേരിൽ ഒരു രാജ്യമുണ്ടാവാൻ പാടില്ല എങ്കിൽ, മതം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനമാവാൻ പാടില്ല എങ്കിൽ ലോകത്തുള്ള ജൂതന്മാരെ മുഴുവൻ കൊണ്ടുവന്നുകൊണ്ട് ജൂതന്മാർക്ക് ഒരു മതരാഷ്ട്രം ഇസ്രായേൽ സ്ഥാപിച്ചു കൊടുത്തത് എന്ത് തരത്തിലുള്ള നടപടിയായിരുന്നു? അപ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും മാത്രമേ പ്രസക്തമാകുന്നുള്ളൂ. അതേ അവസരത്തിൽ അവർക്ക് എന്ത് തോന്നിയാസവുമാകാം. അവരുദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ ഏത് മതരാഷ്ട്രമായിരുന്നാലും കുഴപ്പമില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അവരിഷ്ടപ്പെടുന്ന ആളുകളും അവരുടെ ശിങ്കിടികളുമാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അവിടെ പറയാനുള്ള വാക്കാണ്. അതേ അവസരത്തിൽ അവർക്കിഷ്ടമില്ലാത്ത ശക്തികളാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ ഏറുന്നത് എങ്കിൽ അത് അവിടെ ജനാധിപത്യം ആവശ്യമില്ല. അത് ജനാധിപത്യം എന്ന് പറയുന്നത് ഭീകരവാദമായിട്ട് മാറുന്നു. അത്തരം പ്രസ്ഥാനങ്ങൾ ഭീകര സംഘടനകളായിക്കൊണ്ട് മാറുന്നു. ഇതാണ് നമുക്ക് പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക, നശിപ്പിക്കുക, വംശനാശം വരുത്തുക എന്നുള്ളത് അമേരിക്കയുടെ അജണ്ടയാണ്, അതുപോലെ ബ്രിട്ടന്റെ അജണ്ടയാണ്, അതുപോലെയുള്ള എല്ലാ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെയും അജണ്ടയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ് വന്നസാറ വൽയഹൂദ വല്ലദീന അശ്റകു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളോട് ഏറ്റവും ഏറെ വിരോധം വെച്ച് പുലർത്തുന്ന, വിദ്വേഷവും ശത്രുതയും പുലർത്തുന്ന ജനവിഭാഗം ജൂതന്മാരാണ്, അതുപോലെ തന്നെ മുശ്രിക്കുകളുമാണ്. ആ ജൂതന്മാരുടെയും മുശ്രിക്കുകളുടെയും അച്ചുതണ്ടാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തല്ലിക്കെടുത്താൻ വേണ്ടി ഉടനീളം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് അറേബ്യ ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിനെതിരായി അണിനിരത്തിയത് ജൂതന്മാരാണ്. അഹ്സാബ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധത്തിൽ ആ അറേബ്യയിലുണ്ടായിരുന്ന എല്ലാ ശക്തികളെയും, മുശ്രിക്കുകളെയും അതുപോലെ തന്നെ ജൂതന്മാരെയും മറ്റെല്ലാ തരത്തിലുള്ള ശക്തികളെയും ഇസ്ലാമിനെതിരായി ഒരുമിച്ച് കൂട്ടുന്നതിൽ ജൂതന്മാരുടെ പങ്ക് നിർണായകമായിരുന്നു.
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയിൽ ജൂതന്മാരുടെ പങ്ക് വളരെ വളരെ വ്യക്തമായിരുന്നു. ഖിലാഫത്തുർ റാഷിദയെ വകകഴിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ അന്തഛിദ്രത ഉണ്ടാക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ജൂതന്മാരുടെ പങ്ക് വളരെ സുവിദിതമായിരുന്നു. അതുപോലെ ഈ 20-ാം നൂറ്റാണ്ടിൽ ഈ ഖിലാഫത്തിന്, ഉസ്മാനിയ ഖിലാഫത്തിനെ ഇല്ലാതെയാക്കുകയും ആ ഖിലാഫത്തിനെ തകർക്കുകയും ചെയ്യുന്നതിൽ ജൂതന്മാരുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. ലോകത്ത് മുഴുവൻ തന്നെ എല്ലാ തരത്തിലുള്ള ഭൗതികത്വവും നിരീശ്വരത്വവും പ്രചരിപ്പിക്കുന്നതിന്റെ തലപ്പത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെയാണ് എന്നോ മാർക്സിനെയാണ്, ജൂതനെയാണ്. ലോകത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള സദാചാര മൂല്യങ്ങൾ പറഞ്ഞ ഫ്രോയിഡ് ആരായിരുന്നു എന്നോ ജൂതനായിരുന്നു. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം വഹിച്ച ഒരു സമൂഹത്തെയാണ് ജൂതന്മാരിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ഈ ജൂത സമൂഹം മുസ്ലിം സമൂഹത്തോട് വെച്ചുകൊണ്ടിരിക്കുന്ന പക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അതിരും എതിരുമില്ലാത്ത പകയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ പകകളുടെ എല്ലാം തന്നെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ സഹോദരന്മാർ ഈ ഗസയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള മുസ്ലിം സമൂഹം മുഴുവൻ തന്നെ ഈ ശത്രുവിനെ തിരിച്ചറിയുകയും അവർക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗൂഢാലോചനകളെ സംബന്ധിച്ച് ബോധവാന്മാരായി തീരുകയും ചെയ്യണം എന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിക്കുന്ന പണ്ഡിതന്മാരും മഹാത്മാക്കളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ യൂസുഫുൽ ഖർളാവിയുടെ നേതൃത്വത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിലെ അധിപന്മാരെയും ഭരണാധികാരികളെയും കണ്ട് പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് അവരോട് ഉണർത്തുവാനും എന്തെങ്കിലും ചില നടപടിക്രമങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യയിലും തുർക്കിയിലും അതുപോലെ ജോർഡാനിലും അതുപോലെ സിറിയയിലുമൊക്കെയുള്ള ഭരണാധികാരികളെ അവർ സന്ദർശിക്കുകയുണ്ടായി. അതേ അവസരത്തിൽ ഈജിപ്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഈ അന്താരാഷ്ട്ര മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരെയും പ്രതിനിധികളെയും സ്വീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയും അവരുമായി സന്ദർശനത്തിനുള്ള അനുവാദം നിഷേധിക്കുകയുമാണ് ചെയ്തത് എന്നും നമുക്കറിയാൻ സാധിക്കുകയുണ്ടായി. പക്ഷേ എങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഭരണകൂടങ്ങളല്ല മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത്. ഈ ഭരണകൂടങ്ങൾക്കപ്പുറം മുസ്ലിം ജനസാമാന്യം എന്ന് പറയുന്ന മഹത്തായ ഒരു ശക്തിയുണ്ട്. ഈ ജനസാമാന്യത്തിന്റെ ശക്തിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണാധികാരികളും ഭരണകൂടങ്ങളുമൊക്കെ അവരവരുടേതായ നക്കാപ്പിച്ചുകൾക്ക് വേണ്ടിയും താൽപര്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുന്നവരാണ്. അതേ അവസരത്തിൽ ഈമാനികമായ വികാരത്തിന്റെ പേരിൽ, ഇസ്ലാമികമായ സാഹോദര്യത്തിന്റെ പേരിൽ സ്വന്തം സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ള ദൗത്യവും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അത് മുസ്ലിമീങ്ങൾ എന്നുള്ള രൂപത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. മർദ്ദിത ജനവിഭാഗം എന്നുള്ള അടിസ്ഥാനത്തിൽ എല്ലാവരെയും അതിൽ പങ്കാളികളാക്കി തീർക്കുക എന്നുള്ളതും നമ്മുടെ ചുമതലയാണ്. യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റു മുസ്ലിം നാടുകളിലുമൊക്കെ ഈ ഔദ്യോഗിക ഭരണകൂടങ്ങളും ആ ഭരണകൂടങ്ങളുടേതായ വേദികളും ഒഴിവാക്കി നിർത്തിയാൽ ഈ മുസ്ലിം ജനസാമാന്യത്തിന്റെ വികാരപ്രകടനം ശക്തമായ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് അന്താരാഷ്ട്ര പ്രതിഷേധ ദിനമായിക്കൊണ്ട് ആചരിക്കണമെന്ന് ഡോക്ടർ യൂസുഫുൽ ഖർളാവി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പത്രങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ലോക ജനതയുടെ വികാരങ്ങൾ, മർദ്ദിതരായ, പീഡിതരായ, അവശരായ ഈ പലസ്തീനിലെ സഹോദരന്മാർക്ക് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വികാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റേതായ ആ ഞെരിച്ചിലുകൾ തീർച്ചയായും പ്രകടിപ്പിക്കപ്പെടേണ്ട സന്ദർഭമാണിത്. ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും നശിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയുടെ തീരുമാനം. നമുക്കറിയാമല്ലോ, ജോർജ് ബുഷ്, സ്ഥാനമൊഴിയുന്ന ജോർജ് ബുഷ്, അയാളുടെ അധികാരമേറ്റതിനു ശേഷം 20 ലക്ഷത്തോളം മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കിയ കൊടുംഭീകരനാണ് ജോർജ് ബുഷ് എന്ന് പറയുന്നത്. 20 ലക്ഷത്തോളം പലസ്തീനിലും അതുപോലെ തന്നെ ഇറാഖിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിക്കൊണ്ട് 20 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ കൊടുംഭീകരനാണ് ജോർജ് ബുഷ് എന്ന് പറയുന്ന ഭരണാധികാരി. ആ ജോർജ് ബുഷിനെ നേരിടാൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധ്യമല്ല എങ്കിലും മുൻതല്ലറുൽ സെയ്ദി പോലെയുള്ള ധീരന്മാരായ വ്യക്തികളുടെ ചെരുപ്പേറ് മാത്രം മതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഫലസ്തീനിലെ പിഞ്ചോമനകളുടെ കല്ലേറുകളും മുൻതല്ലറുൽ സെയ്ദി പോലെയുള്ള വ്യക്തികളുടെ ചെരുപ്പേറും പുതിയൊരു പ്രഭാതത്തിന് തുടക്കം കുറിക്കുമെന്ന് തീർച്ചയായും നാം പ്രത്യാശിക്കേണ്ടതുണ്ട്. അത് പുതിയൊരു മാറ്റത്തിന്റെ ഇടിമുഴക്കമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.